ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഉലകമാകെ പൊട്ടിച്ചിരിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. വയലൻസ് ഒന്നിനും പരിഹാരമല്ല. എന്നാൽ കുറേ നാളായി അതിൻ്റെ ആവേശം നമ്മുടെ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ജിഷാവധം അത്തരത്തിൽ ഒന്നായിരുന്നു. ഇന്നിപ്പോൾ ലൈംഗിക അതിക്രമങ്ങളുടെയും സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഇത് സമൂഹത്തിൻ്റെ രോഗാതുരതയുടെ പ്രതിഫലനമാണ്. ഇത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തെ ചങ്ങലക്കിടാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നിരവധിയാണ്. അഴിമതി അല്ലെങ്കിൽ അഴിമതി ആരോപണം അതിൻ്റെ സർവകാല റെക്കോർഡിൽ എത്തിയപ്പോഴാണ് UDF സർക്കാരിനെ ജനം ഇറക്കിവിട്ടത്. അതായത് അഴിമതി ജനം താങ്ങുന്ന ഒന്നല്ല. ഭരണകൂടം പോലെ പ്രധാനമാണ് നിയമനിർമ്മാണ സഭകൾ. ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനം സഭാ നടപടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ സഭയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നവർ. ഗവർണറുടെ നയപ്രഖ്യാപന വേളയിൽ എല്ലാ തലമുറയിൽപ്പെട്ടവരുടെയും ഉറക്കം ട്രോളർമാരുടെ ഇഷ്ടവിഷയമായിരുന്നു. പാർലമെൻറ്റും എക്സിക്യൂട്ടീവും പോലെ പ്രധാനമാണ് ജുഡീഷ്യറിയും മാധ്യമങ്ങളും. ജുഡീഷ്യറിയുടെ ഭാഗമാണ് നമ്മുടെ കറുത്ത കുപ്പായക്കാർ അഥവാ വക്കീലന്മാർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അതായത് വളരെ കരുതലായ ജോലി. മാധ്യമങ്ങളുടേതോ അറിയുകയും അറിയിക്കുകയും ചെയ്യുക. എങ്ങനെ? സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന്. അപ്പോൾ വക്കീലന്മാരും മാധ്യമക്കാരും ഒരുപോലെ ജാഗ്രതയുള്ളവർ. പക്ഷേ ആ ജാഗ്രതയ്ക്ക് ഇടിവ് വന്നാൽ അതിനെ എന്തു പറയണം? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന്. അങ്ങനെയൊരു ഭ്രാന്തായിരുന്നു വാസ്തവത്തിൽ ഹൈക്കോടതി പരിസരത്ത് വക്കീലന്മാരും മാധ്യമക്കാരും തമ്മിൽ നടന്നത്. പ്രശ്നങ്ങളുടെ തുടക്കം ഹൈക്കോടതിയിലെ ഒരു സർക്കാർ പ്ലീഡർ തെരുവിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ചതും കേസായതുമാണ്. എന്നാൽ പെൺകുട്ടിക്ക് ആളുമാറിപ്പോയതാണെന്ന ഭാഷ്യവും വന്നു. അതിൻ്റെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടതാണ്. പക്ഷേ അത് സംബന്ധിച്ച വാർത്ത ഏത് പീഡന വാർത്തയും പോലെ മാധ്യമങ്ങളിൽ വന്നു. അങ്ങനെ വന്നതിൽ പാകപ്പിഴ വന്നെങ്കിൽ തിരുത്താവുന്നതേയുള്ളൂ. തെറ്റുപറ്റിയ പത്രം തിരുത്തുകയും ചെയ്തു. ഇവിടെ രസകരമായ ചോദ്യം, ആരോപണ വിധേയനായ സർക്കാർ അഭിഭാഷകനെ വെള്ളപൂശാൻ ഒരു വിഭാഗം വക്കീലന്മാർ എന്തിനാണ് ശ്രമിച്ചത്? ആ വാർത്ത മാധ്യമങ്ങളിൽ
തങ്ങൾ ആഗ്രഹിച്ചതുപോലെ പ്രത്യക്ഷപ്പെടണം എന്ന് എന്തിനാണ് ശാഠ്യം പിടിച്ചത്? വാസ്തവത്തിൽ ഇത്തരം ശാഠ്യങ്ങളാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വളർന്നത്. തെറ്റിദ്ധാരണയോ തിണ്ണമിടുക്കോ കൊണ്ടുണ്ടായ പ്രശ്നം ഹൈക്കോടതി വളപ്പിൽ തീരേണ്ടതാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം അത് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി വളപ്പിലേക്ക് വളർന്നു. ഇതെന്ത് വന്നാലും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ള പ്രകോപനം കൊണ്ടല്ല. മാധ്യമപ്രവർത്തകരെ കോടതികളിൽ കയറ്റില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഇപ്പോഴും പ്രകോപനപരമായി പ്രവർത്തിക്കുന്ന അഭിഭാഷക സമൂഹത്തിലെ ഒരു വിഭാഗത്തിൻ്റെ നിലപാട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ന്യായാധിപന് തൻ്റെ വിധിപ്രസ്താവം പോലും മാറ്റിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് എന്ന് പത്രപ്രവർത്തക യൂണിയൻ കരുതുന്നു. ഇത് ഒട്ടും തന്നെ ആശാസ്യമായ കാര്യമല്ലെന്ന് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥ അതിൻ്റെ നടപ്പാക്കൽ അതിൽ തെറ്റായ കീഴ്വഴക്കങ്ങൾ പോലും സൃഷ്ടിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്ന് തോന്നുന്നു. ഇതിനെതിരെ പൊതു സമൂഹത്തിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മീഡിയ റൂമിൻ്റെ മുമ്പിൽ എഴുതി വെച്ചു, 4-ാം ലിംഗക്കാർക്ക് പ്രവേശനമില്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്നതിൽ നിന്നാണ് ഈ 4 എന്നത് കടന്നു വന്നത്. 3-ാം ലിംഗക്കാരിൽ നിന്ന് അക്കത്തിനപ്പുറമുള്ള പ്രയോഗവും അങ്ങനെ 4-ാം ലിംഗം. മാധ്യമക്കാരിൽ ചിലർ വീട്ടിൽ ചെന്ന് കതകടച്ച് പരിശോധിച്ചത്രേ അങ്ങനെ വല്ലതും ആണോ എന്ന്. ഇത്രയും വിവരമില്ലാത്ത പ്രയോഗം വക്കീലന്മാർ നടത്താൻ പാടുണ്ടോ? ആ പ്രയോഗം മാത്രമല്ല, ബിയർ കുപ്പികൾ, കല്ലുകൾ എന്നിവയുടെ പ്രയോഗവും കറുത്ത കുപ്പായക്കാരിൽ നിന്നുണ്ടായി. കോടതി വളപ്പിൽ ഇത്രയധികം കുപ്പികൾ എങ്ങനെ വന്നു എന്ന് നിശ്ചയമായും പരിശോധിക്കേണ്ടതാണ്. കോടതി തന്നെ അതിന് ഉത്തരവിട്ടേക്കാം. തങ്ങളെന്തോ വിശുദ്ധ പശുക്കളാണ് എന്ന തെറ്റിദ്ധാരണയാകാം വാസ്തവത്തിൽ ഈ അതിക്രമത്തിൻ്റെ യഥാർത്ഥ കാരണം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് CP ഉദയഭാനു, അഡ്വക്കേറ്റ് A ജയശങ്കർ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് തുടങ്ങി കേരളത്തിൽ 4 ആളുകൾ അറിയുന്ന നല്ല വക്കീലന്മാർ ആരും തന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമത്തെ ന്യായീകരിച്ചില്ല. എന്തായാലും ഇപ്പറഞ്ഞ പേരുകാരൊന്നും നീതിയും നിയമവും അറിയാത്തവർ ആണ് എന്ന് ആരും പറയില്ല. അഡ്വക്കേറ്റ് CP ഉദയഭാനു ഈ സംഭവത്തെപ്പറ്റി എഴുതിയ ലേഖനം അക്രമത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട കറുത്ത കുപ്പായക്കാർ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതും ഇടയ്ക്കിടയ്ക്ക് വായിക്കേണ്ടതുമാണ്. അഡ്വക്കേറ്റ് CP ഉദയഭാനുവിൻ്റെ വാക്കുകളിൽ പ്രധാനം, അഭിഭാഷകൻ പൊതുസ്ഥലത്ത് അതിക്രമം കാണിക്കുന്നത് തൊഴിൽപരമായ സദാചാര വിരുദ്ധ നടപടിയും 1961 അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമായ പ്രവൃത്തിയാണ്. തൊഴിൽ നിയമങ്ങൾ തന്നെ ലംഘിച്ച് ഈ രീതിയിൽ തെരുവിലിറങ്ങി പ്രവർത്തിച്ച ആളുകളുടെ രജിസ്ട്രേഷൻ അത് റദ്ദാക്കണം. മാതൃകാപരമായി അവർക്കെതിരെ ബാർ കൗൺസിൽ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് ക്രിമിനൽ കേസിൽപ്പെട്ടതുകൊണ്ട് അവർക്കെതിരെ പോലീസ് നടപടി എടുക്കണമെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവരുടെ തൊഴിൽപരമായിട്ട് അവർ നടത്തിയുള്ള സദാചാര ലംഘനത്തിന് തക്കതായ രീതിയിലുള്ള അച്ചടക്ക നടപടി ബന്ധപ്പെട്ട ഏജൻസികൾ, സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ആവശ്യം. അപ്പോൾ നേരെ ചൊവ്വെ നിയമം പഠിച്ചിട്ടില്ലാത്ത, പരീക്ഷ പാസ്സായെങ്കിലും നിയമത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലാത്ത ആളുകളാണ് കുപ്പിയും കല്ലുകളുമായി രംഗത്തിറങ്ങിയത് എന്ന് പറയേണ്ടി വരില്ലേ? പിന്നെ വക്കീലന്മാരുടെ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പാട്യാല കോടതി വളപ്പിലെ ആ ദൃശ്യങ്ങൾ ഓർമ്മ വരുന്നില്ലേ? അതെ,
JNU വിദ്യാർത്ഥി കനയ്യകുമാറിനെ കോടതി വളപ്പിലിട്ട് ആക്രമിക്കുകയാണ് അവിടുത്തെ ചില വക്കീൽ സംഘങ്ങൾ. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരക്കാരെ കേസുവാദിക്കാൻ കോടതി പരിസരത്തു പോലും അടുപ്പിക്കാൻ പാടില്ല. എന്തായാലും വക്കീലന്മാരും മാധ്യമക്കാരും തമ്മിലുള്ള കൊമ്പുകോർപ്പ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് സ്ഥിരം സമിതി രൂപീകരിച്ചു. അഡ്വക്കേറ്റ് ജനറലാണ് സമിതി അധ്യക്ഷൻ. എല്ലാം രമ്യമായിട്ട് തീർന്നു. ബാക്കി വിശദ വിവരങ്ങൾ ഭാരവാഹികൾ പറയും. ഇനിയെങ്കിലും നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന കല്ല് കുപ്പിപ്രയോഗങ്ങളിലേക്ക് പോകില്ലെന്ന് വിശ്വസിക്കാം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു തീർക്കും എന്ന് വിശ്വസിക്കാം. അല്ലാതെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഇളകിയാടരുത്. തിരുവനന്തപുരത്ത് വിചിത്രമായ ഒരു ബ്ലാക്ക് മെയിൽ തട്ടിപ്പാണ് നടന്നത്. തന്ത്രി മോഡൽ തട്ടിപ്പ് എന്നാണ് ഇതിൻ്റെ വിശേഷണം. ഓർമ്മയില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല തന്ത്രിയെ വീട്ടിൽ വരുത്തി ഫോട്ടോ എടുത്ത ശേഷം ലക്ഷങ്ങൾ ആവശ്യപ്പെട്ട സംഭവം. അതേപോലെ കുടുങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും മറ്റും വലയിലാക്കുക, വീട്ടിൽ വരുത്തുക, സ്ത്രീകൾക്കൊപ്പം നഗ്ന ചിത്രങ്ങൾ എടുക്കുക, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇടും എന്ന് ഭീഷണി മുഴക്കി പണം തട്ടുക. വലയിൽ കുടുങ്ങിയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തിരി ബുദ്ധി കാണിച്ചു. ആവശ്യപ്പെട്ട പണം നൽകാം എന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘത്തെ ഓഫീസിൽ എത്തിച്ചു. സഹപ്രവർത്തകരുടെ സഹായത്തോടെ പോലീസിൽ ഏൽപ്പിച്ചു. എന്തിനാണ് ഈ കാര്യത്തിന് ഇവിടെ പ്രസക്തി എന്ന് ചോദിക്കാം. ഈ തട്ടിപ്പ് സംഘത്തിൽ വക്കീലോ പോലീസോ മറ്റോ ഉണ്ടെന്ന് വയ്ക്കുക. ഉടൻ അവരുടെ സംഘടന ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് നേരെ കുതിര കയറിയാൽ എന്താകും സ്ഥിതി? അതവിടെ നിൽക്കട്ടെ. ഇത്തരം പെണ്ണുങ്ങളുടെ വലയിൽ കുടുങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതിയാണ് കഷ്ടം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതിൻ്റെ മറ്റൊരു കാഴ്ചയാണ് ഗുജറാത്തിലെ ദളിത് മർദ്ദനം. ഗുജറാത്ത് എന്നാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിജി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത്. സംഭവം ഇതാണ്. പശുക്കളെ കൊന്ന് തോലുരിഞ്ഞ് വിൽക്കുന്നു എന്നാരോപിച്ച് 4 ദളിത് യുവാക്കളെ കെട്ടിയിട്ട് തല്ലി. ആര്? ഗോരക്ഷാ സമിതിക്കാർ. ഒരു കാര്യം സത്യമാണ്, ഗുജറാത്തിൽ ഗോവധ നിരോധനമുണ്ട്. അപ്പോൾ ആ നിയമം ലംഘിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. അതിനു പകരം അവരെ കെട്ടിയിട്ട് തല്ലുക എന്നത് ആർക്ക് ന്യായീകരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിൽ ചോദിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മോഡൽ ഇതാണോ എന്ന്. Madam, the violence is RS agenda instigated by upper caste lobbying to disintegrate and eliminate Dalits. RSS is trying to Dalit Mukt Force, madam. Entire state law and order situation is danger. The Gujarat state government is totally failed for protecting the Dalits in the state, madam. The BJP sponsored attack is going in Gujarat. This is BJP sponsored attack is going in Gujarat. This is Gujarat model. This is Gujarat model. You tell us this is Gujarat model. It is not only in Gujarat. All the BJP ruled state. Rape, killing and other forms of atrocities against SC, ST are increasing, madam. BJP ആണ് ഇപ്പോഴും ഗുജറാത്ത് ഭരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. നിയമം കയ്യിലെടുക്കുന്നവരെ കർശനമായി നേരിട്ടാൽ മതി. അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. രസകരമായ കാര്യം, ഗുജറാത്തിലെ ദളിത് മർദ്ദനത്തെപ്പറ്റി ലോക്സഭയിൽ ഉഗ്രമായ വാദപ്രതിവാദം നടക്കുമ്പോൾ സോണിയാഗാന്ധി മകൻ രാഹുൽ എന്ത് ചെയ്യുകയായിരുന്നു? സുഖനിദ്ര. നിയമനിർമ്മാണ സഭയിലെ ഓരോ വാക്കും പ്രവൃത്തിയും ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. ഉറക്കക്കാരെ ഇനി മുതൽ തെരഞ്ഞെടുക്കരുത് എന്ന് ജനം തീരുമാനിക്കുന്ന കാലം വിദൂരത്തല്ല. വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് രാഹുലിൻ്റെ ഉറക്കത്തിൽ പ്രതിഫലിക്കുന്നത്. മേപ്പടിയാൻ ഉറങ്ങുകയായിരുന്നില്ല, കണ്ണടച്ച് ഇരിക്കുകയായിരുന്നത്രേ. സത്യത്തിൽ കണ്ണടച്ചാൽ ഇരുട്ടാകുന്നതല്ല പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട ഇന്ത്യയിലെ പ്രശ്നങ്ങൾ. എന്തിനും ഏതിനും ഇളവുകൾ ആവശ്യപ്പെടുന്ന കാലമാണ് ഇത്.
ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കും എന്നാണല്ലോ ചൊല്ല്. ആൾപാസ് സംവിധാനം വന്നതോടെ എഴുതാനും വായിക്കാനും അറിയാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വന്നിരിക്കുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് നടന്ന സ്വാശ്രയ വിപ്ലവം ആ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി എന്നതാണ് വാസ്തവം. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ തരമായി കഴിഞ്ഞാൽ സെമസ്റ്റർ സമ്പ്രദായത്തിൽ അതൊന്ന് പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾ കൈകാലിട്ടടിക്കുകയാണ്. സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റു വരുന്നവരെയും അടുത്ത സെമസ്റ്ററിൽ ഇരുത്തി പഠിപ്പിക്കണമത്രേ. അതായത് ഇയർ ഔട്ട് സമ്പ്രദായം പിൻവലിക്കണം. പിൻവലിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? സർവകലാശാല മന്ദിരത്തിന് മുകളിൽ കയറി ആത്മഹത്യാശ്രമം നടത്തും. ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കി തോറ്റു പഠിക്കുന്നതിനേക്കാൾ വേറെ വല്ല പണിയും നോക്കുന്നതാണ് ഇവറ്റകൾക്ക് നല്ലത്. എങ്ങനെയെങ്കിലും അഡ്മിഷൻ തരമാക്കും. എന്നാൽ ഇത്തരക്കാർക്ക് അത് പഠിച്ച് മുന്നോട്ടു പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നതിന് തെളിവാണ് തോറ്റു കിടക്കൽ. ഇത്തരക്കാർക്ക് ആനുകൂല്യം നൽകുന്നു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ കൊഞ്ഞനം കുത്തുന്നു എന്നാണ് അർത്ഥം. സാങ്കേതിക സർവകലാശാല എന്നത് സ്വാശ്രയക്കാർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന പ്രതീതി വന്നിട്ടുണ്ട്. അത് മാറ്റുക മാത്രമല്ല, നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗം ഗുണനിലവാരമുള്ളതാക്കി മാറ്റുകയും വേണം. പാലങ്ങൾ, റോഡുകൾ, വീടുകൾ, ഓഫീസ് സമുച്ചയങ്ങൾ തുടങ്ങി എഞ്ചിനീയറിംഗ് മേൽനോട്ടം വേണ്ട എത്ര മേഖലകൾ. ഈ വിദ്യാഭ്യാസത്തിൽ ഇനിയും വെള്ളം ചേർത്താൽ തകർന്നു വീഴുന്നത് നാടിൻ്റെ നട്ടെല്ലാകും. ഇനി ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കൊക്കെ എവിടെയാണ് തൊഴിൽ? അധികം പേരും ബിസിനസ് മാനേജ്മെൻറ്റ്, ബാങ്ക്, ഇൻഷുറൻസ്, IT മേഖലയിലാണ് ചെന്നെത്തുന്നത്. മാത്രമല്ല, നാഷണൽ എംപ്ലോയബിലിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവരിൽ 20% മാത്രമേ ജോലിക്ക് ഉതകുന്ന ശേഷിയുള്ളൂ. ഇപ്പോൾ മനസ്സിലായല്ലോ ആൾപാസ് ഏർപ്പെടുത്തിയതിൻ്റെ ഗുണം. ഇനി ഇയർ ഔട്ട് സമ്പ്രദായം പിൻവലിച്ചാലുള്ള സ്ഥിതി എന്താകും? കൊണ്ടാലേ പഠിക്കൂ എന്നാണെങ്കിൽ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് സത്യം. നമ്മുടെ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചു സ്റ്റൈൽ മന്നൻ്റെ കബാലി. ചലച്ചിത്ര ഭ്രാന്ത് എന്ന് ഇതിനെ വിളിക്കാം. പക്ഷേ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒരു നടന് പറന്നിറങ്ങാൻ കഴിയുന്നു എന്നത് വിസ്മയകരമായ അനുഭവമാണ്. എന്തെല്ലാം സാങ്കേതിക മാറ്റങ്ങൾ വന്നാലും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന തീരുമാനം സിനിമയ്ക്ക് നല്ലതാണ്. എന്നാലും സിനിമയ്ക്ക് മീതെ അതിപ്പോൾ ആരുടേതായാലും ഇത്രമാത്രം ഭ്രാന്ത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഉള്ളതുപോലെ പറയുന്ന ഉള്ളത് പറഞ്ഞാൽ ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം ഉള്ളത് പറഞ്ഞാൽ @kairatv.in.